ഹായ്! എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാരും സുഖായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആപ്പിൾ പിക്കിങ്ങിന് പോവാന്നുള്ളത്. അപ്പൊ ആ ഒരു ആഗ്രഹം എന്തായാലും ഇന്ന് സഫലമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാനഡയിലെ വാട്സൺ ഫാമിലേക്കാണ് ഇപ്പോൾ ഇന്ന് ആപ്പിൾ പിക്കിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഉള്ളിൽ ചെന്ന് കാണാം. പുറമെയുള്ള കാഴ്ചകളാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് ആപ്പിൾ പിക്കിങ് മാത്രമേ ഉള്ളൂ, സ്ട്രോബെറി പിക്കിംഗ് ഒന്നുമില്ല. അപ്പൊ നമുക്കൊരു കവർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ $5 അഡ്മിഷൻ ഫീസ്. അപ്പൊ നമ്മുടെ ഫീ അടച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർ കവർ തരും. ഈ കവറിന് ഫുള്ളായിട്ട് നമ്മൾ നിറയ്ക്കുവാണെങ്കിൽ $14 40 ആണോ? ഓക്കെ. $40 ആണ്. ഇനിയിപ്പോ LB ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന LBക്ക് അനുസരിച്ചാണ്. ഒരു LBക്ക് 2.75 അങ്ങനെ എന്തോ ആണ്. ഇതിനാകുമ്പോൾ എനിക്ക് തോന്നുന്നു 10 LB 12 LB സംതിങ് എന്താ കൊള്ളുന്നുള്ളൂ. അല്ലെങ്കിൽ അത്രയും $40. നമ്മൾ എടുക്കുന്നതിനനുസരിച്ചാണ് പൈസ. അപ്പോൾ നമ്മളിത് ആ കാണുന്ന ആ വൈറ്റ് ഡോറിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ കാണിച്ചു. ഇതാണ് നമ്മുടെ വാട്സൺ ഫാമിൻ്റെ ഉൾഭാഗം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ട്രാക്ടർ വരുന്നതാണ്. അതെ, അവിടെ ട്രാക്ടർ ഉണ്ടല്ലോ. അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ആപ്പിൾക്ക് പിക്കിങ്ങിൻ്റെ ഭാഗത്തോട്ട് അവർ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പിക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ അതിന് എത്രയാണ് നമ്മൾ എടുത്തത് അതിന് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ആപ്പിൾ പിക്കിങ്ങിന് പോകാൻ പോകുന്ന ട്രാക്ടർ വണ്ടി ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇന്ന് മൺഡേ ആയതുകൊണ്ടും ആരും ഇല്ല ഇവിടെ. എല്ലാവർക്കും പണിയുള്ളതുകൊണ്ടും ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ നമ്മളെ ഡ്രൈവ് ചെയ്ത് ഇറക്കാനുള്ള ആള് വരുന്ന പ്രത്യേകിച്ച് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നല്ല പൊടിയുണ്ട്. സ്വാഭാവികം. ആകെപ്പാടെ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ, 4 പേരേ ഉള്ളൂ. വീക്കെൻഡ് അല്ലല്ലോ, വീക്ക് ഡേ അല്ലേ. അതും ഡ്രൈവറൊക്കെ വന്ന് ഡ്രൈവർ ലൂജി ആള് രസികനായിരുന്നു. മത്തങ്ങേടെയാണ്. മത്തങ്ങ കൃഷിയാണല്ലോ അവിടെ. മത്തങ്ങ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. സോമി ചോളമല്ലേ ഇത്? എവിടെ നമ്മള് ട്രാക്ടറിൽ വേണം കുറച്ച് ഉള്ളിലേക്ക് പോകണം. അവിടെ ആയിരിക്കും ആപ്പിളുടെ സ്ഥലമുള്ള. ഇത് ചോളത്തിന്റെ സ്ഥലം വന്നു കഴിഞ്ഞു. അങ്ങോട്ട് ചോള കൃഷിയുടെ ഏരിയ ആണ്. ചോളം. ഇവിടെ ഫ്രൈറ്റ് നൈറ്റ് ഒക്കെ ഉണ്ട്. ഫയർ ഹൗസ് ഫ്രൈറ്റ് നൈറ്റ്. മറ്റേ ഹാലോവിന്റെ സമയത്ത് ഒരു ഫ്രൈറ്റ് നൈറ്റ് ഒക്കെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഈ ചോളങ്ങളുടെ ഉള്ളിൽ കൂടെ പോയിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്ന പരിപാടിയാണ്. സിനിമയിൽ മാത്രം അങ്ങനത്തെ സീനൊക്കെ കണ്ടിട്ടുള്ളൂ. റിയൽ ലൈഫിലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇവിടെ ആപ്പിൾ മരം വന്നു. ഇതാണ് ആപ്പിൾ മരം. ആപ്പിൾ മരം തന്നെയാണോ? ആപ്പിൾ മരത്തിലൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഹണിക്രിസ്പ് എവിടെയാണോ? ഹണിക്രിസ്പ് പറിച്ചോളൂ. ഫുള്ള് നിലത്തി ആടിപ്പോയി. കുറെ നിലത്തി ആടി. അതല്ല അവര് പറിക്കാൻ പറയണം. അപ്പൊ പറിച്ചോണ്ടുള്ള ആൾക്കാർ ഇതിനുള്ളിലേക്കാണ് നമ്മൾ കഴിക്കാൻ പറ്റും. കഴിക്കാം. വെള്ളം ഉണ്ടാകും. വെള്ളമുണ്ട്. നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കഴിക്കാം. പക്ഷെ എടുക്കുന്നതിന് പൈസ കൊടുക്കാം. അങ്ങനെയാന്ന് തോന്നുന്നു. കഴിക്കാനൊന്നും ഇല്ല. കഴിക്കാൻ അവർക്ക് നഷ്ടമല്ലത്. നമ്മൾ എല്ലാരും കഴിച്ചോണ്ട് പോകില്ലേ. നമുക്ക് ടേസ്റ്റ് നോക്കാലോ. എന്നിട്ട് തിരിച്ച് റിവേഴ്സ് പോവാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ അവര് തിരിച്ച് അവരുടെ വേട്ടയെല്ലാം കഴിഞ്ഞ് അവര് വെയിറ്റ് ചെയ്യാണ് വണ്ടിക്ക്. നമ്മളിവിടെ ചിലപ്പോ മിക്കവാറും ഇറക്കി വിടും. ഇങ്ങനെ ഇറക്കണം തോന്നുന്നു. നമുക്ക് ആവശ്യമുള്ള പോയി പറിക്കുന്നത് ചെയ്യണം. പക്ഷെ എന്ത് തരം മരാന്നൊന്നും എഴുതിയിട്ടില്ല. നമ്മുടെ വണ്ടി അവരെടുത്തോ അവരെല്ലാം കഴിഞ്ഞ് പോവാണ്. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് എത്തി. നമ്മളെ ഡ്രൈവർ വന്ന് ഇറക്കും. നമുക്ക് തുടങ്ങാം. എല്ലായിടത്തും ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ടാവുന്നാണ് പറയുന്നത്. പല പല ആപ്പിളുകളുടെ പേര്. നമുക്കപ്പൊ നോക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ആപ്പിള് നമ്മൾ കുറച്ച് പറിക്കുവാണ്. നല്ല റെഡ് കളർ നോക്കി. അതിന്റെ പേരൊന്നും അറിയില്ല അല്ലെ. അതിന്റെ പേര് ആ ഭാഗത്ത് പോയി നോക്കണം. പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കിൻടോഷ് ആണോ ജിഞ്ചർ ഗോൾഡ് ആണോ അതോ ഹണി ക്രിസ്പ് ആണോ? ഇതിപ്പോ ഇത്ര 3 പറിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. വേറെ ഏതെങ്കിലും കുറച്ചുകൂടെ നല്ല ടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മിക്സ് ആക്കി പറിച്ച് കളയാം. ആയിക്കോട്ടെ. ഇപ്പൊ ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല. ആകെ കണ്ടത് ഇതാണെങ്കിൽ നമുക്ക് പറിക്കാനും പറ്റില്ല. അതിന്റെ ട്രൈ ചെയ്ത് നോക്കാം. അതിന്റെ സീസൺ കഴിഞ്ഞു എന്ന് തോന്നുന്നു. രക്ഷയില്ല. നോക്കാം എന്തേലും. റെഡി 1 2 3. ഒന്നുകൂടെ ലാസ്റ്റ് 2 3.
എന്താ വേണല്ലോ? ആ കിട്ടി കിട്ടി. തോട്ടമാണ്, പക്ഷെ അത് അത്ര ആയിട്ടില്ല എന്ന് തോന്നുന്നു. പച്ചയായിട്ടിരിക്കുന്നത്. ഇതാണോ പച്ച? പച്ചയല്ലേ ഇത്? ഇത് പഴുത്തല്ലേ? അല്ല, അത് കുറച്ചുകൂടെ നല്ല കളറാവും. എൻ്റെ അമ്മ. അയ്യോ, ഇനി ഒരാഴ്ചത്തേക്ക് ഇനി ചോറ് വേണ്ട. ആപ്പിളുകൊണ്ട് ബിരിയാണിയും ആപ്പിളുകൊണ്ട് കറി, ആപ്പിളുകൊണ്ട് അച്ചാറും എല്ലാം ആപ്പിൾ തന്നെ മതി. ആപ്പിളുകൊണ്ട് കുളിക്കാനുള്ള ആപ്പിളായുണ്ട്. നമ്മുടെ വേട്ടയെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ്. നമ്മൾ എത്രയാണ് പറിച്ചത്? മാരക വേട്ടയായി പോയത്. ആപ്പിള് മാത്രമേ ഇത് ഭാഗ്യട്ടോ. ആപ്പിള്, സ്ട്രോബെറിയും പിയറും ഒക്കെ ഉണ്ടായിരുന്ന സൂപ്പറാണ്. എന്തായാലും നിങ്ങളും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? കാരണം സമ്മർ ആക്ടിവിറ്റിയിൽ നമുക്ക് ഉള്ള ഒരു എൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. ഈ ആപ്പിൾ പിക്കിങ്, സ്ട്രോബെറി പിക്കിങ്, അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫാൾ സീസൺ ആവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ വിൻ്ററും. വിൻ്റർ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഫുള്ള് നമ്മൾ ഇൻഡോർ ആക്ടിവിറ്റിയിലേക്കായിട്ട് അങ്ങ് അടഞ്ഞുകൂടാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ വാട്സൺ ഫാമോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഫാമുകൾ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്യണം. കുഴപ്പമില്ലാത്ത നമുക്കൊരു വീക്കെൻഡ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിള്ളേരോ അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. വാട്സൺ ഫാം ഉള്ളത് ഒഷാവ ബൊമാൻവില്ലെ ആ ഒരു ബോർഡർ ഏരിയയിലായിട്ടാണ് വരുന്നത്. നമ്മൾ സാധനങ്ങളൊക്കെ പറിച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ട്രിപ്പ് ആൾക്കാരെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കയറി പോവാം, അവരിറങ്ങിയ ശേഷം. അടുത്ത ടീം വന്നിട്ടുണ്ട്. നമുക്കിത് അത് ശരിയാ, പൊടി കിട്ടില്ല. ശരിയാ, നല്ല ഐഡിയ ആണ്. നമുക്ക് അടുത്തവണ പരീക്ഷിക്കാം. ട്രാക്ടർ ഒന്ന് ഓടിച്ചു നോക്കണോ? വേണ്ട, അതിന് ലൈസൻസ് എടുത്തല്ലേ. നമ്മുടെ കൊട്ടയെല്ലാം കഴിഞ്ഞു, പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിനി തിരിച്ചു പോകാം. തിരിച്ച് ഏകദേശം ഒന്ന് ചുറ്റി. അപ്പോൾ സ്ട്രോബെറി തോട്ടവും അങ്ങനെ ഇടയ്ക്കുള്ള എല്ലാം കാണുന്നുണ്ട്. ഈ ഏരിയ നമ്മൾ തിരിച്ചു പോവാണ്. എല്ലാം കഴിഞ്ഞു. എല്ലാവരും എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ്. ബൈ ബൈ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ. ഇപ്പോൾ രണ്ടിനെ ഏൽപ്പിക്കാം. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ മേടിക്കാം. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് പല വെറൈറ്റീസ്. ഇത് കൊള്ളാലോ മുന്തിരി. ജീവരുണ്ട്. മുന്തിരി എടുക്കണോ? മുന്തിരി കുഞ്ഞായിട്ട് മറ്റേ നമ്മുടെ വൈനുള്ള വൈൻ ടൈപ്പുള്ള മുന്തിരിയാണോ അത്? കുറച്ചുകൂടെ കളർ വേണ്ടേ വൈൻ ടൈപ്പിന്? ചോളം, കുറേ വെറൈറ്റീസ്. മഷ്റൂം നല്ല ഫ്രഷ് മഷ്റൂമാണ്. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകാവുന്നതാണ്. കോളിഫ്ലവറൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. റെഡ് ക്യാബേജ്, വിവിധ തരം പൊട്ടറ്റോസ്, തക്കാളി. ഇതെല്ലാം ഈ ഒരു കൂടൊക്കെയാണ് ഇത്രയും പൈസ, $5. അങ്ങനെ റാസ്ബെറിക്ക് ഈ ഒരു കൂടയ്ക്ക് $4. ഇവിടെ പലതരം ആപ്പിളുകളുണ്ട്. ഹണി ക്രിസ്പ് ആപ്പിളുണ്ട്, പിന്നെ ജിഞ്ചർ ഗോൾഡ് ഉണ്ട്, പിന്നെ റേവ് ആപ്പിളുണ്ട്. അതിനൊക്കെ വിലയും കുറച്ച് വ്യത്യസ്തമാണ്. പിന്നെ മാക്കിൻടോഷ് ഉണ്ട്. അതിനൊക്കെ ഓൾമോസ്റ്റ് വില സെയിം ആണ്, $13. പിന്നെ കുറച്ച് വലുതാണ് $25. ആകെ കുറവ് അല്ല, ഇതാണ് ഏറ്റവും മുന്തിയ ഇനം ഹണി ക്രിസ്പ്. അതിന് അരയ്ക്ക് 15, പിന്നെ കൂടയ്ക്ക് 30 ഇത് പിന്നെ കാനഡയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കാനഡയുടെ മേപ്പിൾ സിറപ്പ്, വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ. ഇതിന് $17, ഇത് $25. ഇതിന് $25 ആണ് വരുന്നത്. ഇതിന് $17. ഓ ഓക്കെ. പിന്നെ സോസാണോ? മേപ്പിൾ സോസ് ഉണ്ടോ? അത് മേപ്പിൾ ആൻഡ് ആപ്പിൾ ബാർബിക്യൂ സോസ്. അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മൾ ഏകദേശം എടുത്തേക്കുന്നത് ഒന്ന് കാണിച്ചേ. ഇത്രയാണല്ലേ? ഇത്രയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഏകദേശം എടുത്തേക്കുന്നതിന് $30. ഏകദേശം പകുതിയാണ്
അതായത് ഇതിന് ഒരു ഓഫർ ഉണ്ടായിരുന്നു. ബാഗിന്റെ പകുതിയുള്ളൂ പകുതിയുള്ളൂ, പക്ഷെ $30 ആയി. പക്ഷെ ഇത് നമ്മൾ ഫുൾ എടുക്കുവാണെങ്കിൽ $40 ആവുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ടൈം ഒക്കെ വരുന്നവരാണെങ്കിൽ ഫുൾ ബാഗ് എന്തോരം നിറയ്ക്കാൻ പറ്റുമോ അത്രയും നിറച്ചു കഴിഞ്ഞാൽ മാക്സിമം നിറച്ചേ. $40 ആവുള്ളൂ. പക്ഷെ ഇനി ഇത്രയും കൂടെ, അതായത് $30 കൂടെ നിറയ്ക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു $10 ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അനുഭവം ഗുരു. നെക്സ്റ്റ് ടൈം നമ്മൾ പൊളിക്കാം. നെക്സ്റ്റ് ടൈം നമ്മൾ ഫുൾ ബാഗ് നിറച്ച് അതിന്റെ മുകളിൽ ഇട്ടിട്ടാണ് പോകുന്നത്. ഓരോരുത്തരുടെയൊക്കെ ഫുള്ളിൽ ഉണ്ടായിരുന്നു ബാഗ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇത് ഒരു ഇൻഫർമേറ്റീവ്, കൂടുതൽ നമുക്കൊരു കാഴ്ചകളുടെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. അപ്പൊ എല്ലാവരും പോയി നോക്കണം, എന്നിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യട്ടോ. സമ്മർ ആക്ടിവിറ്റി ഒരു അടിച്ചുപൊളി ഇവന്റ് തന്നെ ആവട്ടെ. അപ്പൊ ശരി എന്നാ, ബൈ. ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.